മിക്സിയിൽ നമുക്ക് ബീറ്റ്റൂട്ട് വളരെ ഈസിയായി ക്രഷ് ചെയ്തെടുക്കാം. സ്ക്രേപ്പർ ഉപയോഗിച്ച് നമ്മൾ ചുരുണ്ടുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ബീറ്റ്റൂട്ട് കട്ട് ചെയ്യുക. അതിനെ മിക്സിയിലിട്ട് മിക്സിയുടെ നോബ് 2 ടൈംസ് ബാക്കിലേക്ക് ഒന്ന് ടേൺ ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തരിതരിപ്പായി കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൽ 2-3 ബിഗ് പീസസ് ഉണ്ടാവാം. ആ പീസസ് ഒക്കെ മാറ്റി വയ്ക്കുക. അവസാനം സെപ്പറേറ്റായി അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓക്കെ. ഇനി വേണ്ടത് കുരുമുളക്, റെഡ് ചില്ലി, ഇതിനെ ഒന്ന് ചതച്ചെടുക്കുക. ശേഷം വെളുത്തുള്ളി, ചുവന്നുള്ളി കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഓക്കെ. ഇനി ചൂടായ പാനിലേക്ക് ആദ്യം കറി ലീഫ് ആഡ് ചെയ്യണം. അതിനുശേഷം മാത്രം കുരുമുളക് മിക്സ് ആഡ് ചെയ്ത് നന്നായിട്ട് സ്റ്റെർ ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് ഇളക്കുക. ഇതിൻ്റെ കളറൊന്നും മാറി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവും, വെള്ളം പറ്റി. ആ സമയത്ത് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ ധാരാളം ജ്യൂസി ആയിട്ട് തോന്നുന്നുവെങ്കിൽ, അതായത് വാട്ടർ കണ്ടന്റ് ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കളയുക. അതിനുശേഷം പാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ആദ്യത്തെ 2 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ, അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് 1 മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഓയിൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് ചേർത്തിരിക്കുന്നത് കറി ലീഫ് അല്ല, ഓൾ സ്പൈസസ്, സർവ്വസുഗന്ധിയുടെ ഇലയാണ്. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു. അതിനുശേഷമാണ് മുളക് മിക്സ് ചേർത്തത്. അപ്പോൾ ഈ ഒരു ഇലയുടെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറിക്കും നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ. ചിലർക്ക് ബീറ്റ്റൂട്ട് ഇഷ്ടമല്ല, കാരണം അതിൻ്റെ ഒരു സ്വീറ്റ്നെസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വളരെ ടേസ്റ്റിയായി എങ്ങനെ ബീറ്റ്റൂട്ട് തയ്യാറാക്കിയെടുക്കാം, ബീറ്റ്റൂട്ട് കറി. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബീറ്റ്റൂട്ട് ഉലർത്തിയതാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇതുപോലെ നമുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഈ റെസിപ്പി ഇഷ്ടമായോ? അപ്പോൾ ബീറ്റ്റൂട്ട് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ഡ്രിങ്ക്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കറിയാണെങ്കിലും തേങ്ങ ഉപയോഗിച്ചുണ്ടാക്കാം, അല്ലാതെ ഇതുപോലെ ഉലർത്തിയെടുക്കാം. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് പിക്കിൾസ്. അപ്പോൾ ബീറ്റ്റൂട്ട് എന്തായാലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു വെജാണ് ബീറ്റ്റൂട്ട്. അതുപോലെ തന്നെ ബ്ലഡൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ